നമസ്കാരം. ഗ്രൂപ്പ് ഡി എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ റീസണിങ്ങിന്റെ ടോപ്പിക് വൈസായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. എല്ലാവരും ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ദിശ അക്കാഡമി ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ടർബോ പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു സുവർണ അവസരമാണ്. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഇവിടെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും മെറ്റീരിയൽസും അതേപോലെ മെന്റൽ സപ്പോർട്ടും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ബേസിക് ആയിട്ട് വരുന്ന റിലേഷൻസ് ഞാൻ ആദ്യം ഒന്ന് പറയാം. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഈ റിലേഷൻസ് ഒക്കെ അറിഞ്ഞാലേ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പം ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം. ഇപ്പൊ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പം നമുക്കറിയാം മുത്തശ്ശൻ എന്നുള്ളതാണ്. അപ്പൊ ഈ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ച് രണ്ട് ഗ്രാൻഡ് ഫാദേഴ്സ് ഉണ്ട്. എങ്ങനെയാണ്? അച്ഛന്റെ അച്ഛനും ഗ്രാൻഡ് ഫാദർ ആണ്, അമ്മയുടെ അച്ഛനും ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പൊ അവർ രണ്ടുപേരെയും വേർതിരിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് പെറ്റേണലും മെറ്റേണലും. ഈ പെറ്റേണൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഫാദർ റിലേറ്റഡ് ആയിരിക്കും, അച്ഛൻ വഴിയുള്ള ബന്ധമായിരിക്കും. അപ്പൊ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ആരാണ്? അച്ഛന്റെ അച്ഛനാണ്, അതായത് ഫാദേഴ്സ് ഫാദർ ആണ്. അച്ഛന്റെ അച്ഛനെയാണ് നമ്മൾ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. അന്നേരം മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അമ്മയുടെ അച്ഛനായിരിക്കും, മദേഴ്സ് ഫാദർ ആയിരിക്കും. കാര്യം മനസ്സിലായോ? ഇപ്പൊ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ മുത്തശ്ശനാണ്, അപ്പൂപ്പനാണ്. അപ്പൊ അത് അച്ഛന്റെ അച്ഛനാണെങ്കിൽ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, അമ്മയുടെ അച്ഛനാണെങ്കിൽ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, ഇതേപോലെ തന്നെയാണ് ഗ്രാൻഡ് മദർ. ഇതേപോലെ ഒരാളെ സംബന്ധിച്ച് രണ്ട് ഗ്രാൻഡ് മദേഴ്സ് വരും. ഒന്ന് അയാളുടെ അച്ഛന്റെ അമ്മ. അപ്പൊ അച്ഛന്റെ അമ്മയാണ് എന്ന് പറയും പെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറയും. അമ്മയുടെ അമ്മയാണെങ്കിൽ മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്ന് പറയും. ക്ലിയർ ആയോ? ഇങ്ങനെ നമുക്ക് ഓപ്ഷനകത്ത് അങ്ങനെ പ്രത്യേകം വരാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, പെറ്റേണൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും അച്ഛൻ വഴിയുള്ളത്, മെറ്റേണൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും അമ്മ വഴിയുള്ളതുണ്ട്. ഓക്കെ, ഇനി ഗ്രാൻഡ് സണും ഗ്രാൻഡ് ഡോട്ടറും നമുക്ക് അറിയാവുന്ന ടൈമാണ് കൊച്ചുമോനും കൊച്ചുമോളും. ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഗ്രാൻഡ് സൺ ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? അയാളുടെ മോന്റെയോ അല്ലെങ്കിൽ മോളുടെയോ മകൻ. ഓക്കെ, അപ്പൊ അത് മോന്റെ മോനാണെങ്കിൽ ഇന്ന ഗ്രാൻഡ് സൺ, മോടെ മോനാണെങ്കിൽ അങ്ങനെയില്ല, രണ്ടുപേർക്കും ഗ്രാൻഡ് സൺ തന്നെയാണ് പറയുന്നത്. അത് മോന്റെ ആകാം അല്ലെങ്കിൽ മോടെ ആകാം, അവരുടെ മകൻ. മനസ്സിലായി? കൊച്ചുമകൻ. ഗ്രാൻഡ് ഡോട്ടറും അതേപോലെ തന്നെ. ഗ്രാൻഡ് ഡോട്ടർ വരുമ്പോഴും മോന്റെയോ അല്ലെങ്കിൽ മോന്റെയോ അല്ലെങ്കിൽ മോടെയോ ഡോട്ടർ എന്ന് വരും, മകളെന്നുള്ള രീതിയിൽ വരും. ക്ലിയർ? അതേ രീതി തന്നെയാണ് കൊച്ചുമാമക്ക് അറിയാവുന്ന ടേംസ് ആണ്. ഇത് വരുന്ന അടുത്ത രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ആണ് അങ്കിളും ആന്റിയും. അപ്പൊ അങ്കിൾ എന്ന് പറയുമ്പോൾ കോമൺലി പറയുകയാണെങ്കിൽ എന്ത് പറയാം? നമ്മുടെ പേരൻസിന്റെ സഹോദരനാണ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ അമ്മാവൻ എന്നുള്ള ടൈമാണ്. ഇപ്പൊ ഈ അമ്മാവൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അമ്മയുടെ ആങ്ങള എന്നുള്ള മാത്രം നമ്മുടെ മൈൻഡിൽ വരൂ. പക്ഷെ നമ്മുടെ അച്ഛന്റെ സഹോദരങ്ങളില്ലേ, അവരും റിലേഷൻ വൈസ് അങ്കിളാണ്. നമ്മളവരെ ചിലപ്പം അവരുടെ പ്രായം ചിലപ്പോൾ അച്ഛനെക്കാട്ടി മൂത്തയാണ് വല്യച്ഛനോ, അല്ലെങ്കിൽ അച്ഛനെക്കാട്ടി ഇളയതാണെങ്കിൽ കൊച്ചച്ഛനൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷേ റിലേഷൻ വൈസ് പറയുമ്പോൾ അതും എന്താണ്? അങ്കിളാണ്. അന്നേരം കോമൺലി പറയുകയാണ് നമ്മുടെ പേരൻസിന്റെ സഹോദരൻ എന്ന് പറയാം. ഇനി ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വഴിയുള്ള ബന്ധമാണ് പെറ്റേണൽ അമ്മ. അപ്പൊ പെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ അച്ഛന്റെ ബ്രദർ. അത് അച്ഛനെക്കാട്ടില് മൂത്തതാവാം അല്ലെങ്കിൽ ഇളയതാവാം. അച്ഛന്റെ ബ്രദറാണ് പെറ്റേണൽ അങ്കിൾ. അപ്പൊ മെറ്റേണൽ അങ്കിൾ എന്തായിരിക്കും? അമ്മയുടെ ബ്രദർ, മദേഴ്സ് ബ്രദർ. അപ്പൊ ഇങ്ങനെയാണ് പെറ്റേണൽ അങ്കിളും മെറ്റേണൽ അങ്കിളും വരുന്നത്. ഇനി ആന്റിയും അതുപോലെയാണ്. അപ്പൊ ആന്റി നമ്മൾ പറയുമെങ്കിലും നമ്മൾ എഴുതുമ്പോൾ ആൻഡ് എന്നാണ് എഴുതുന്നത്. അപ്പൊ അതും അതുപോലെ കോമൺലി പറയുകയാണെങ്കിൽ എന്ത് പറയാം? പേരൻസിന്റെ സഹോദരി എന്ന് പറയാം. അപ്പൊ അച്ഛന്റെ സഹോദരി ആണെങ്കിൽ, ഓക്കെ, അച്ഛന്റെ സഹോദരി ആണെങ്കിൽ ഫാദർ സിസ്റ്റർ ആണെങ്കിൽ പെറ്റേണൽ ആൻഡും, മദർ സിസ്റ്റർ ആണെങ്കിൽ മെറ്റേണൽ ആൻഡും. അപ്പൊ ആ രീതിയിലായിരിക്കും ആന്റി എന്നുള്ള റിലേഷനും വരുന്നത്. അപ്പൊ കാര്യം ക്ലിയർ ആയിട്ടാണ്. ഇത് ഇമ്പോർട്ടന്റ് ടൈംസ് ആണ്. ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ അങ്കിളും ആന്റിയും പെറ്റേണലും മെറ്റേണലും ഉണ്ട്. അതും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി വരുന്ന റിലേഷൻസ് നോക്കാം. ഈ അങ്കിളിന്റെ ആന്റിനെ തിരിച്ചു പറയുന്നതാണ് നെഫ്യൂ നീസും. ഓക്കെ, അതായത് നെഫ്യൂ എന്ന് പറഞ്ഞാൽ അനന്തരവൻ എന്നുള്ള ടൈമാണ്. നെഫ്യൂ എന്ന് പറഞ്ഞാൽ അനന്തരവൻ എന്നുള്ള ടൈമാണ്. അപ്പൊ നെഫ്യൂ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ഒരാളെ സംബന്ധിച്ച് നെഫ്യൂ ആരാണെന്ന് വെച്ചാൽ എന്ത് പറയാം? അയാളുടെ ബ്രദറിന്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിന്റെയോ മകൻ. ഓക്കെ, ബ്രദറിന്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിന്റെയോ മകൻ എന്ന് പറയാം. മലയാളത്തിൽ നമ്മൾ അനന്തരവൻ എന്നുള്ള ടൈമാണ്. ക്ലിയർ ആകും? ഒരാളുടെ ബ്രദറിന്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിന്റെയോ മകനെയാണ് നെഫ്യൂ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അനന്തരവൻ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ അതുപോലെ ഒരാളുടെ ബ്രദറിന്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിന്റെയോ മകളെന്ന് വരും. മനസ്സിലായോ? അപ്പൊ നെഫ്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും മെയിൽ ആയിരിക്കും, നീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫീമെയിൽ ആയിരിക്കും. ഓക്കെ, ഇനി കസിൻ നിങ്ങൾക്ക് അറിയാവുന്ന ടൈമാണ്.
സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ള റിലേഷനാണ് കസിൻ. ഓക്കെ, സഹോദരങ്ങളുടെ മക്കളുമാർ തമ്മിലുള്ള റിലേഷനാണ് കസിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് വിവാഹം വഴിയുള്ള ബന്ധങ്ങളാണ്. വിവാഹം വഴിയുള്ള ബന്ധങ്ങളെല്ലാം നമ്മൾ ഇല്ലോ ചേർത്ത് പറയും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് ആണ്. സണ്ണിലോ, സണ്ണിലോ എന്ന് പറയുമ്പം എന്താണ്? സണ്ണിലോ എന്ന് പറയുമ്പം മരുമകൻ എന്നുള്ളതാണ്, മരുമകൻ. ഓക്കെ, അപ്പൊ സണ്ണിലോ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ ഒരാളുടെ മകളുടെ ഭർത്താവ്. ഓക്കെ, ഒരാളുടെ മകളുടെ ഭർത്താവിനെയാണ് സണ്ണിലോ എന്ന് പറയുന്നത്. ഇപ്പൊ ഡോട്ടർ ഇൻ ലോയും അതേപോലെ തന്നെ ഡിഫൈൻ ചെയ്യാം. എന്താ? ഒരാളുടെ മകന്റെ ഭാര്യ, മരുമകൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്, മകന്റെ ഭാര്യ. ഇനി ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മലയാളത്തിലാണെങ്കിൽ അമ്മായി അച്ഛൻ അല്ലെങ്കിൽ അമ്മായി അമ്മ എന്ന് പറയുന്നതാണ് ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും. ഫാദർ ഇൻ ലോ ആരാന്ന് ചോദിച്ചാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാം? എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് ചോദിച്ചാൽ ഫാദർ ഇൻ ലോ എന്നുള്ളത് ഒരാളെ സംബന്ധിച്ച്, വിവാഹം കഴിഞ്ഞ ഒരു പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ അയാളുടെ വൈഫിന്റെ അച്ഛൻ. ഇനി വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ ആ ഭർത്താവിന്റെ അച്ഛൻ. അപ്പൊ രണ്ട് രീതിയിൽ വരും. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫാദർ ഇൻ ലോസ് ആണ്. ഓക്കെ, ഒരു വൈഫിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഹസ്ബൻഡിന്റെ ഫാദർ, ഹസ്ബൻഡിനെ സംബന്ധിച്ചാണെങ്കിൽ വൈഫിന്റെ ഫാദർ. ഇതേപോലെ തന്നെയാണ് മദർ ഇൻ ലോയും വരുന്നത്. ഇതേപോലെ തന്നെയാണ് മദർ ഇൻ ലോയും വരുന്നത്. വൈഫിന്റെയോ അല്ലെ ഹസ്ബൻഡിന്റെയോ മദറാണ് മദർ ഇൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത രണ്ട് ഇമ്പോർട്ടന്റ് ടേമാണ് ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും. ബ്രദർ ഇൻ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ അളിയൻ എന്നുള്ള ടേമാണ്. അപ്പം ഒരാളെ സംബന്ധിച്ച് ആരാണ് അയാളുടെ അളിയൻ എന്ന് ചോദിച്ചാൽ അവിടെ രണ്ട് മൂന്ന് രീതിയിൽ വരും. എങ്ങനെയാണെന്ന് അറിയാം? ഒരു വിവാഹം കഴിക്കാത്ത ഒരാൾക്കും ബ്രദർ ഇൻ ലോ ഉണ്ട് അല്ലെ? അയാളുടെ സിസ്റ്റർ കല്യാണം കഴിച്ചാണെങ്കിൽ അത് അയാളുടെ ബ്രദർ ഇൻ ലോ ആണ്. അപ്പം ആ ബ്രദറിനെ സംബന്ധിച്ച് അയാൾ കല്യാണം കഴിച്ചാണ്, പക്ഷെ അയാൾ സിസ്റ്റർ കല്യാണം കഴിച്ചാണെങ്കിൽ ആ കല്യാണം കഴിച്ചാൽ ബ്രദർ. അപ്പൊ കോമൺ ആയിട്ട് പറയുമ്പം നമുക്ക് ബ്രദർ ഇൻ ലോ എന്നുള്ളത് കോമൺ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാം: സിസ്റ്റേഴ്സ് ഹസ്ബൻഡ്. അത് ആരെ സംബന്ധിച്ചാണെങ്കിൽ, ഓക്കെ, കല്യാണം കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിലും കല്യാണം കഴിക്കാത്തവരെ സംബന്ധിച്ചാണെങ്കിലും മെയിലിനെ സംബന്ധിച്ചാണെങ്കിലും ഫീമെയിലിനെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ, സിസ്റ്റർ മാരീഡ് ആണെങ്കിൽ ആ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആണ് ബ്രദർ ഇൻ ലോ എന്ന് പറയുന്നത്. ഇനി വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിൽ, വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിൽ എങ്ങനെയാണ്? ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചാണെങ്കിൽ അയാളുടെ വൈഫിന്റെ ബ്രദർ, ഒരു വൈഫിനെ സംബന്ധിച്ചാണെങ്കിൽ ഹസ്ബൻഡിന്റെ ബ്രദർ. അപ്പൊ ഇങ്ങനെ വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിൽ വൈഫിന്റെ ഹസ്ബൻഡിന്റെയും ബ്രദർ എന്നുള്ള രീതിയിൽ വരും. കാര്യം ക്ലിയർ ആയ? അപ്പം ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ കോമൺലി പറയുകയാണെങ്കിൽ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആണ്. വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ചാകുമ്പോൾ വൈഫിന്റെ ബ്രദർ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ബ്രദർ. സിസ്റ്റർ ഇൻ ലോ അതേപോലെ അതും കോമൺലി പറയുകയാണെങ്കിൽ എന്ത് പറയാം? ബ്രദറിന്റെ വൈഫ് എന്ന് പറയാം. മലയാളത്തിൽ നാത്തൂൻ എന്ന് പറയുന്ന ടേമാണ്, ബ്രദേഴ്സ് വൈഫ് എന്ന് പറയാം. ഇനി അവിടെയും വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിൽ വൈഫിന്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ സിസ്റ്റർ, ഇങ്ങനെ രണ്ട് രീതിയിലും വരാം. അപ്പം ഈ ബന്ധങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വരുന്നു. ഇത് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിലൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം ഒന്നുകൂടെ റിലേഷൻസ് ഒന്നുകൂടെ പറയാം. ഗ്രാൻഡ് ഫാദർ പറഞ്ഞപ്പോൾ പെറ്റേണലും മെറ്റേണലും ഉണ്ട്. ഗ്രാൻഡ് മദറും അതേ രീതിയിൽ തന്നെ. പെറ്റേണൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫാദർ വഴിയുള്ള ബന്ധം, മെറ്റേണൽ എന്ന് പറഞ്ഞാൽ മദർ വഴിയുള്ള ബന്ധം. ഗ്രാൻഡ് സണും ഗ്രാൻഡ് ഡോട്ടറും അറിയാവുന്ന ടേംസ് ആണ് കൊച്ചുമോനും കൊച്ചുമോളും എന്നുള്ള. അങ്കിളും ആന്റിയും വരുമ്പോഴും പെറ്റേണലും മെറ്റേണലും ഉണ്ട്. ഫാദറിന്റെ ബ്രദർ ആണെങ്കിൽ പെറ്റേണൽ അങ്കിൾ, മദറിന്റെ ബ്രദർ ആണെങ്കിൽ മെറ്റേണൽ അങ്കിൾ. ഈ ആന്റിയും അതേപോലെ ഫാദറിന്റെ സിസ്റ്റർ ആണെങ്കിൽ പെറ്റേണൽ ആന്റി, മദറിന്റെ സിസ്റ്റർ ആണെങ്കിൽ മെറ്റേണൽ ആന്റി. നെഫ്യൂ എന്ന് പറയുമ്പോൾ ബ്രദറിന്റെ സിസ്റ്ററിന്റെ മകൻ, നീസ് എന്ന് പറയുമ്പോൾ ബ്രദറിന്റെ സിസ്റ്ററിന്റെ മകൻ. ഓക്കെ, സണ്ണിലോ അറിയാം മരുമകൻ, ഡോട്ടറിലോ മരുമകൾ, ഫാദറിലോ മദറിലോ നമുക്ക് അറിയാവുന്ന ടേംസ് ആണ്. ബ്രദറിലോ വരുമ്പോഴാണെന്ന് ശ്രദ്ധിക്കേണ്ടത്. കോമൺലി പറയുമ്പോൾ സിസ്റ്ററിന്റെ ഹസ്ബൻഡ്, വിവാഹം കഴിഞ്ഞതിനെ സംബന്ധിച്ചാണെങ്കിൽ വൈഫ് അങ്ങോട്ട് എന്നെങ്കിൽ ഹസ്ബൻഡിനെ സംബന്ധിച്ചാണെങ്കിൽ അയാളുടെ വൈഫിന്റെ ബ്രദർ, വൈഫിനെ സംബന്ധിച്ചാണ് ഹസ്ബൻഡിന്റെ ബ്രദർ. സിസ്റ്ററിലോ അതേപോലെ കോമൺലി പറയുമ്പോൾ ബ്രദറിന്റെ ഭാര്യ. അത് ആരെ സംബന്ധിച്ചാണ്? മെയിലിനെ സംബന്ധിച്ചാണെങ്കിലും ഫീമെയിലിനെ സംബന്ധിച്ചാണെങ്കിലും വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിലും വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അയാൾക്കൊരു ബ്രദർ ഉണ്ടെങ്കിൽ ആ ബ്രദർ വിവാഹിതനാണെങ്കിൽ ആ ബ്രദറിന്റെ ഭാര്യ സിസ്റ്ററിലോ ആണ്. ഇനി വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിൽ വൈഫിന്റെ അല്ലെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ എന്നുള്ള രീതിയിലാണ് സിസ്റ്ററിലോ വരുന്നത്. ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന റിലേഷൻസ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നോക്കാം. അതിനു മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വരച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ വരച്ച് നോക്കുന്നതിന് നമ്മൾ ചുമ്മാ അങ്ങ് വരച്ച് നോക്കുക, അല്ല എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ വരച്ചാലല്ല തിരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ വരയ്ക്കുമ്പം ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. ചിലപ്പോൾ വേറെ ക്ലാസ്സുകളിൽ വേറെ മെത്തേഡായിരിക്കും പറയുന്നത്. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്, ഇപ്പം മെയിൽ ആണെങ്കിൽ ഈ ഒരു സിമ്പിൾ കൊടുക്കും, പ്ലസ് എന്നൊരു സിമ്പിൾ കൊടുക്കും. ഫീമെയിൽ ആണെങ്കിൽ മൈനസ് എന്നൊരു സിമ്പിൾ കൊടുക്കും. ഇനി വിവാഹം കഴിഞ്ഞവരെ കാണിക്കാനാണെങ്കിൽ, കപ്പിൾസിനെ കാണിക്കാനാണെങ്കിൽ ഞാൻ ഡബിൾ ലൈൻ കൊടുക്കും. അതായത് ഇപ്പൊ എയും ബിയും, എക്സാമ്പിൾ ആയിട്ടാണ് പറയാം, എയും ബിയും ഹസ്ബൻഡ് വൈഫും ആണെങ്കിൽ ഞാൻ എ ബി എന്ന് എഴുതിയിട്ട് അവർക്കിടെ ഒരു ഡബിൾ ലൈൻ കൊടുക്കും. ഡബിൾ ലൈൻ.
പിന്നെ അത് എ ഹസ്ബൻഡ് ബി വൈഫ് ആണെങ്കിൽ എക്ക് മെയിലിന്റെ ബിക്ക് ഫീമെയിലിന്റെ സൈനും കൊടുക്കും. ഇനി സഹോദരങ്ങളാണെങ്കിൽ, അതായത് ബ്രദർ സിസ്റ്റർ റിലേഷൻ ആണെങ്കിൽ, ബ്രദർ സിസ്റ്റർ റിലേഷൻ ആണെങ്കിൽ ഞാൻ എ ബി എന്ന് എഴുതിയിട്ട് അവർക്കിടയിൽ ഒരു സിംഗിൾ ലൈനേ കൊടുക്കത്തുള്ളൂ. അപ്പം എ ബ്രദറും ബി സിസ്റ്ററും ആണെങ്കിലും ഇങ്ങനെയാണ്, രണ്ടുപേരും ബ്രദേഴ്സ് ആണെങ്കിലും ഇങ്ങനെ, രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇങ്ങനെ, ബ്രദർ സിസ്റ്റർ എന്നുള്ള രീതി. ഇനി ജനറേഷനെ കാണിക്കാനാണ്, അതായത് സൺ ഡോട്ടർ, മകനോ മകളോ കാണിക്കാനാണെങ്കിൽ പേരന്റായിട്ട് വരുന്ന ആളെ മേളിൽ എഴുതിയിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ട് മകനോ മകളോ ഇങ്ങനെ കാണിക്കും. അതായത് മേളിൽ വരുന്ന എപ്പോഴും പേരന്റ് ആയിരിക്കും, ഇത് അച്ഛനാവാം അമ്മയാവാം, താഴെ വരുന്നത് മോനാവാം മോളാവാം, ഒരു വെർട്ടിക്കൽ ലൈൻ വെച്ചിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ റെപ്രസെന്റ് ചെയ്ത് വരയ്ക്കുന്നത്. ഈ മെത്തേഡ് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ സെന്റൻസ് ആയിട്ടായിരിക്കും നമ്മൾ പടമായിട്ട് വരച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നോക്കി, ആദ്യത്തെ സെന്റൻസ് എന്താണ്? എക്സ് ഈസ് ദ സൺ ഓഫ് വൈ. എക്സ് ഈസ് ദ സൺ ഓഫ് വൈ. ഇപ്പൊ നമ്മൾ എപ്പോഴും ഒരു സെന്റൻസ് വായിക്കുമ്പോൾ അതിന്റെ മലയാളത്തെ മീനിങ് ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിയിട്ട് ഒന്ന് വരയ്ക്കാവൂ. എന്താണ് എക്സ് ഈസ് സൺ ഓഫ് വൈ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എക്സ് മകനാണ് ആരുടെ? വൈയുടെ. അതായത് എക്സ് വൈയുടെ മകനാണ്. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കണ്ടേ? വൈ മേളിലും എക്സ് താഴെയായിട്ട് വേണം വരയ്ക്കാൻ. അപ്പൊ ആരാണ് മകൻ? ഇവിടെ ജെൻഡർ കിട്ടുവാണെങ്കിൽ അതുകൂടെ മാർക്ക് ചെയ്ത് പോവാം. അപ്പം എക്സ് മകൻ എന്ന് പറഞ്ഞതുകൊണ്ട് എക്സിന്റെ ജെൻഡർ എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. പക്ഷെ വൈയുടെ ജെൻഡർ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു സെന്റൻസ് ഇത് ഇത്ര എഴുതാൻ പറ്റും, എക്സ് ഈസ് സൺ ഓഫ് വൈ. അടുത്ത സെന്റൻസ് കിടപ്പുണ്ട്, എന്താണ്? വൈ ഈസ് ഇസഡ്സ് വൈഫ്. മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇസഡിന്റെ വൈഫാണ് വൈ. പുറകിൽ വൈ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇസഡിന്റെ വൈഫാണെന്ന് പറയുമ്പോൾ എന്ത്? അവർ തമ്മിൽ ഡബിൾ ലൈൻ കൊടുക്കുക. അപ്പം ഇസഡിന്റെ വൈഫാണെന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഹസ്ബൻഡ് വൈഫാണ്. ജെൻഡർ കൊടുക്കാമല്ലോ. എന്താണ്? എങ്ങനെയാണ് ജെൻഡർ കൊടുക്കുക? കാരണം വൈ വൈഫാണ്, വൈ ഇസഡിന്റെ വൈഫാണ്. അപ്പൊ വൈ എന്താണ്? ഫീമെയിൽ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇസഡ് എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാം. കാരണം ഒരാൾ വൈഫാണ്, മറ്റേ ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ. അത് കൊടുത്തു. ഇനി ഡബ്ല്യു ഇസ് ദ ഫാദർ ഓഫ് ഇസഡ്. അപ്പോൾ നമ്മൾ ഇസഡ് വരച്ചു വെച്ചേക്കണം. ഇസഡിന്റെ ഫാദർ ആണ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ എങ്ങനെ വരയ്ക്കണം? ഞാൻ പറഞ്ഞല്ലോ, ഫാദറിനെ മദറിനെ എപ്പോഴും മേളിലോട്ട് വരയ്ക്കും. അപ്പൊ ഡബ്ല്യു ഫാദർ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഡബ്ല്യുവിന്റെ ജെൻഡർ എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. ഫൈനൽ ക്വസ്റ്റ്യൻ ദെൻ, സോ ഹൗ ഇസ് വൈ റിലേറ്റഡ് ടു ഡബ്ല്യു? ഇപ്പൊ എന്തായിരിക്കും ആൻസർ? വൈ റിലേറ്റഡ് ടു ഡബ്ല്യു എന്ന് വന്നാൽ, അതായത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എ റിലേറ്റഡ് ടു ബി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എന്താണെന്നറിയോ? ബിയുടെ ആരാണ്. ഇവിടെ ഹൗ ഈസ് വൈ റിലേറ്റഡ് ടു ഡബ്ല്യു എന്നാണെങ്കിൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡബ്ല്യുവിന്റെ ആരാണ് വൈ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഡബ്ല്യുവിന്റെ ആരാണ് വൈ. ഡബ്ല്യുവിന്റെ ആരാണ് വൈ? ഡബ്ല്യുവിന്റെ മകന്റെ ഭാര്യയല്ലേ? ഇത് നോക്കിക്കോ, ഡബ്ല്യുവിന്റെ മകന്റെ ഭാര്യ. അപ്പൊ മകന്റെ ഭാര്യ എന്താണ് നമ്മൾ വിളിക്കുന്നത്? മരുമകൾ അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോ എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് ആ വൈ റിലേറ്റഡ് ഡബ്ല്യു എന്ന് വെച്ചാൽ വൈക്ക് ഡബ്ല്യു ആയിട്ടുള്ള ബന്ധം എന്നല്ലേ? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇതാണ്, രണ്ടാമത്തെ ആളുടെ ആരാണ് ആദ്യത്തെ ആളെന്നുള്ള രീതിയിലാണ്. ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബിയുടെ ആരാണ്. അപ്പൊ ഇവിടെ ഹൗ ഈസ് വൈ റിലേറ്റഡ് ഡബ്ല്യു എന്നാണെങ്കിൽ ഡബ്ല്യുവിന്റെ ആരാണ് വൈ. ഓക്കെ, അത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഈസ് എ സിസ്റ്റർ ഓഫ് വൈ. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും? എക്സ് വരച്ചു, സിസ്റ്റർ ഓഫ് വൈ എന്നല്ലേ? അപ്പൊ അവർ തമ്മിൽ സഹോദരങ്ങളല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? സിംഗിൾ ലൈൻ കൊടുക്കുക. ഇവിടെ ആരുടെ ജെൻഡർ ആണ് കിട്ടിയത്? എക്സ് ഈസ് എ സിസ്റ്റർ ഓഫ് വൈ എന്നാണ്. അപ്പൊ എക്സ് ആണ് സിസ്റ്റർ, അതായത് എക്സ് ആണ് ഫീമെയിൽ, എക്സ് ഫീമെയിൽ ആണ്. അടുത്ത സെന്റൻസ്, എക്സ് ഈസ് ദി വൈഫ് ഓഫ് ഇസഡ്. നേരത്തെ ചെയ്ത പോലെ അപ്പൊ അവർ തമ്മിൽ കപ്പിൾസ് ആയതുകൊണ്ട് ഡബിൾ ലൈൻ കൊടുക്കുക. അപ്പൊ ഇസഡ് ആണ്. അപ്പൊ നോക്കുക ആരാണ്? അപ്പം എക്സ് ഈസ് ദ വൈഫ് ഓഫ് ഇസഡ്. അപ്പൊ ഓൾറെഡി നമുക്ക് ക്ലിയർ ആണ് എക്സ് ഫീമെയിൽ ആണ്. അപ്പം ഇതാരായിരിക്കും? ഇത് മെയിൽ ആയിരിക്കും. ഇത് ഹസ്ബൻഡ് ആയിട്ട് വരുമ്പോൾ ഇത് മെയിൽ ആയിരിക്കും. എക്സ് ഈസ് ദ വൈഫ് ഓഫ് ഇസഡ്. ഓക്കെ, അടുത്ത സെന്റൻസ്, വൈ ഈസ് എംസ് സെക്കൻഡ് ഓർഡർ. ശ്രദ്ധിച്ച് വായിക്കുക. വൈ എന്ന് പറഞ്ഞാൽ എമ്മിന്റെ രണ്ടാമത്തെ മകളാണ്. അപ്പൊ രണ്ടാമത്തെ ആദ്യത്തെ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങനെ മാർക്ക് ചെയ്യാം. എമ്മിന്റെ മകളാണല്ലോ. അപ്പൊ പക്ഷെ എമ്മിന്റെ ജെൻഡർ നമുക്ക് കിട്ടില്ല. കാരണം എം ഫാദർ ആകാം മദർ ആകും. കാരണം ആ ജെൻഡർ അവിടെ ക്ലിയറായിട്ട് പറയുന്നില്ല. എമ്മിന്റെ മകളാണ് വൈ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആള് ജെൻഡർ കിട്ടും, വൈയുടെ ജെൻഡർ കിട്ടും. കാരണം വൈ ഈസ് എംസ് ഡോട്ടർ. സെക്കൻഡ് ഓർഡർ, അതെന്താണ് സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഓൾറെഡി ഇവിടെ ആരുണ്ട്? എക്സ് ഉണ്ട്. അപ്പൊ അതിനർത്ഥം നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാം എക്സിന്റെയും എക്സും വൈയും സിസ്റ്റേഴ്സ് ആണ്. വൈയുടെ ഫാദർ എന്ന് പറയുന്നില്ല, വൈയുടെ പേരന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെയും പേരന്റ് ആയിരിക്കത്തില്ലേ എന്ന് അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു
ചരിച്ചൊരു വര വരയ്ക്കാം, കാരണം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് എക്സിന്റെയും വൈയുടെയും പേരന്റ് ആണ്, അത് ഫാദറോ മദറോ പറയുന്നില്ല, പേരന്റ് ആണ്. ഇങ്ങനെ നമുക്ക് വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അപ്പൊ നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. വൈയുടെ പേരന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആരുടെയും പേരന്റ് ആണ്, എക്സിന്റെയും, കാരണം അവർ തമ്മിൽ സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ റിലേഷൻ, ഇങ്ങനെയാണ് റിലേഷൻ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്കി, ഹൗ ഈസ് വൈ റിലേറ്റഡ് ടു ഇസഡ്? ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അങ്ങനെ വന്നാൽ എന്താ കണ്ടുപിടിക്കണ്ടേ? ഇസഡിന്റെ ആരാണ് വൈ? ഇസഡിന്റെ ആരാണ് വൈ? ഇസഡിന്റെ വൈഫിന്റെ സിസ്റ്റർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, വൈഫിന്റെ സിസ്റ്റർ എന്താണ് വിളിക്കുന്നത്? സിസ്റ്ററിൽ ലോന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നിങ്ങളിത് കണക്ട് ചെയ്യാൻ അറിയണം. ഇസഡിന്റെ വൈഫാണ് എക്സ്, വൈഫിന്റെ സിസ്റ്റർ ആണ് വൈ. അപ്പം വൈഫിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിസ്റ്ററിൽ ലോന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് പേരുകൾ വെച്ചിട്ടാണ്, അപ്പൊ അത് കറക്റ്റായിട്ട് ചെയ്യുക. സരസ്വതി ആൻഡ് ഗൗരി ആർ സിസ്റ്റേഴ്സ്. എന്ത് ചെയ്യുക? സരസ്വതിയും ഗൗരിയും നമ്മൾ എഴുതുന്നു. സരസ്വതിയും നിങ്ങൾ ഒന്നെങ്കിൽ പേര് ഫുള്ളായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എഴുതിയാലും മതി. ഫസ്റ്റ് ലെറ്റർ എഴുതുമ്പോൾ എപ്പോഴും നോക്കണം ഒരേ പേര് തുടങ്ങുന്ന രണ്ടുപേരുണ്ടോ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് തന്നെ എഴുതുന്നതാണ് നല്ലത്. അപ്പൊ സരസ്വതിയും ഗൗരി സിസ്റ്റേഴ്സ് ആണെന്ന് പറയുമ്പോൾ രണ്ടുപേരും എന്താണ്? ഫീമെയിൽ ആണ്. ഓക്കെ, രണ്ടുപേരും ഫീമെയിൽ ആണ്. സരസ്വതി ഫീമെയിൽ ആണ്, ഗൗരി ഫീമെയിൽ ആണ്, സിസ്റ്റേഴ്സ് ആണ്. ഹൗ ഈസ് ഗൗരീസ് ബ്രദർ? ഇവിടെ ഗൗരിയുടെ ബ്രദറിന്റെ പേര് പറയുന്നില്ല, അപ്പൊ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഗൗരിയുടെ ബ്രദർ, ഗൗരിക്ക് ഒരു ബ്രദർ ഉണ്ടെന്ന് ഇരിക്കട്ടെ, അപ്പൊ മെയിൽ ആയിരിക്കല്ലോ. ഗൗരിയുടെ ബ്രദർ, ഗൗരിയുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ ആരുടെ ബ്രദറാണ്? സരസ്വതിയുടെ ബ്രദറാണ്. ഓക്കെ, ഗൗരിയുടെ ബ്രദർ റിലേറ്റഡ് ടു വായിക്കണം, ഫാദർ ഓഫ് സരസ്വതീസ് ഫാദർ. സരസ്വതീസ് ഫാദർ ഓഫ് സരസ്വതി ഫാദർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? സരസ്വതിയുടെ ഫാദറിന്റെ ഫാദർ. അപ്പൊ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അതിന്റെ ഫാദറിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ഫാദർ. ഇദ്ദേഹം ഇവിടാണ്, ഇതിനെയാണ് കണ്ടുപിടിക്കണം. അപ്പൊ എന്നോട് ക്വസ്റ്റ്യൻ നോക്കി, ഹൗ ഈസ് ഗൗരീസ് ബ്രദർ റിലേറ്റഡ് ടു ഫാദർ ഓഫ് സരസ്വതി? ഫാദർ ഓഫ് സരസ്വതീസ് ഫാദർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തി. ഇദ്ദേഹവും ഗൗരിയുടെ ബ്രദറുമായിട്ടുള്ള ബന്ധം. ഓക്കെ, ഇദ്ദേഹവും ഗൗരിയുടെ ബ്രദറായിട്ടുള്ള ബന്ധം. അപ്പൊ നമ്മൾ എങ്ങനെ വരും? ഞാൻ നേരത്തെ പറഞ്ഞു ഗൗരിയുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ സരസ്വതി ബ്രദറാണ്. അപ്പം ഈ ഗൗരിയുടെയും ഈ ഗൗരിയുടെ ബ്രദറിന്റെ അച്ഛൻ ആരും തന്നെയാണ്, സരസ്വതിയുടെ ഫാദർ തന്നെയല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്നത് പറ്റുന്നുണ്ടോ? ഇദ്ദേഹം തന്നെയാണ് ഇവരുടെ 3 പേരുടെ അച്ഛൻ. സരസ്വതിയുടെ ഫാദർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗൗരിയുടെ ഫാദറാണ്, ഇവരുടെ ബ്രദറിന്റെ ഫാദറാണ്. ഇനി നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് പറയാമല്ലോ ആൻസർ. നേരത്തെ ഹൗസ് എ റിലേറ്റഡ് ബി എന്നാണ്. ബിയുടെ ആരാണ്? അതായത് ഇദ്ദേഹം ഈ ഫാദർ ഓഫ് സരസ്വതി ഫാദറിന്റെ ആരാണ്? ഗൗരിയുടെ ബ്രദർ. അതായത് ഇദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് സരസ്വതി ഫാദർ ഇതാണല്ലോ, ഇദ്ദേഹത്തിന്റെ ആരാണ്? ഗൗരിയുടെ ബ്രദർ. ഇദ്ദേഹത്തിന്റെ ആരാണ്? ഗൗരിയുടെ ബ്രദർ. നോക്കി, ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇദ്ദേഹത്തിന്റെ മകനാണിത്, മകന്റെ മകൻ. ശരിയല്ലേ? മകന്റെ മകൻ വരും. അപ്പൊ എന്താണ്? ഗ്രാൻഡ് സൺ. ഓപ്ഷൻ സി ആണ് ആൻസർ വരും. ആൻസർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുക. അപ്പം രണ്ടുപേര് സഹോദരങ്ങളാണ്. അതിൽ ഒരാളുടെ ഫാദർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കേണ്ട കാര്യമാണ് മറ്റേ ആളുടെ ഫാദർ അത് തന്നെ ആയിരിക്കും. ഇവിടെ തന്നെയാണ് ഞാൻ ചെയ്തത്. സരസ്വതിയും ഗൗരിയും സിസ്റ്റേഴ്സ് ആണ്, അവർക്കൊരു ബ്രദർ ഉണ്ട്. അപ്പൊ ഈ സരസ്വതിയുടെ ഫാദർ എന്ന് പറയുമ്പോൾ ഗൗരിയുടെ മറ്റേ ആ ബ്രദറിന്റെ ഫാദർ ആയിരിക്കും. നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, ആ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൂനി ഈസ് ദ ഡോട്ടർ ഓഫ് അവണി. അപ്പൊ നമ്മൾ അത് മാർക്ക് ചെയ്യുന്നു. അവണിയുടെ മകളാണ് പൂനി. അപ്പൊ അവിടെ ആരുടെ ജെൻഡറാണ് കിട്ടുന്നത്? പൂനി. അപ്പൊ പൂനി മകളാണെന്ന് പറയുമ്പോൾ ഇത് ഫീമെയിൽ ആണ്. ആൻഡ് അമിത് ഈസ് ദി സൺ ഓഫ് അവണീസ് ബ്രദർ. അവണിയുടെ ബ്രദർ, അവണിയുടെ ബ്രദറിന്റെ പേര് പറയുന്നില്ല, അവണിയുടെ ബ്രദർ ഉണ്ട്. നിങ്ങൾ ഒന്നുകൂടെ സെന്റൻസ് വായിക്കുക. അമിത് ഈസ് ദ സൺ ഓഫ് അവണീസ് ബ്രദർ. അവണിയുടെ ബ്രദറിന്റെ മകനാണ്, ഇദ്ദേഹത്തിന്റെ മകനാണ് ആര്? അമിത്. ഇദ്ദേഹത്തിന്റെ മകനാണ് അമിത്. അപ്പൊ മകൻ എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്, ഇത് ബ്രദർ എന്ന് പറഞ്ഞാൽ ഇത് മെയിലാണ്. ബ്രദറിന്റെ പേര് പറയുന്നില്ല. ഇത്ര ഉള്ള റിലേഷൻ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഈസ് അമിത് ഫാദർ റിലേറ്റഡ് ടു പൂനി? അമിത് ഫാദർ ഉണ്ട്, ഇതാണ് അമിത്തിന്റെ ഫാദർ റിലേറ്റഡ് ടു പൂനി. അപ്പൊ ഞാൻ പറഞ്ഞു ഹൗ ഈസ് എ റിലേറ്റഡ് ടു ബി എന്നാണെങ്കിൽ ബിയുടെ ആരാണ്? അതായത് പൂനിയുടെ ആരാണ് ഇദ്ദേഹം. പൂനിയുടെ ഈ അവണി എന്നുള്ള ജെൻഡർ പറയുന്നില്ല. അവണി എന്നുള്ളത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ക്വസ്റ്റ്യന് അതിനെപ്പറ്റിയുള്ള ക്ലോസ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഇവിടെ എന്താണ് ഇപ്പം ഒരുപക്ഷെ അവണി എന്നുള്ളത് നമുക്ക് പേര് വെച്ചിട്ട് ഫീമെയിൽ ആണെന്ന് പറയാം. അവണി എന്നുള്ളത് പേര് വെച്ചിട്ട് ഫീമെയിൽ ആണെന്ന് പറയാം. ഒരുപക്ഷെ മെയിൽ ആണെങ്കിലും എന്തായിരിക്കും ആൻസർ വരുന്നത്? പൂനിയുടെ അച്ഛന്റെ അമ്മയുടെ ബ്രദർ. ഇപ്പൊ ഞാൻ പറഞ്ഞത് അച്ഛന്റെ അമ്മയുടെ ബ്രദറാണ്, അങ്കിളാണ്. നിങ്ങൾ ഓപ്ഷൻ നോക്കി, ഓപ്ഷനകത്ത് അങ്കിൾ എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനാണ്, മെറ്റാണ് അങ്കിൾ എന്നുള്ള ഓപ്ഷനും കിടക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് അതിനൊരു കൺഫ്യൂഷൻ വേണ്ട. അവണി എന്നുള്ളത് എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. മെറ്റാണ് അങ്കിൾ എന്നുള്ളതാണ് ആൻസർ വരും. ഇവിടെ തെറ്റാണ് ഞങ്ങൾ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ
കുറച്ചുകൂടെ ഒന്ന് കൺഫ്യൂസ് ആവുന്നത്. പക്ഷെ അവണി എന്നുള്ള പേര് വെച്ചിട്ട് നമുക്ക് ഫീമെയിൽ ആണെന്ന് എടുക്കാം. എന്താണ് മദറിന്റെ ബ്രദർ ആവുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മദർ വഴിയുള്ള റിലേഷൻ ആണെങ്കിൽ മെറ്റേണൽ ആണ്. ഒരു പക്ഷെ അവണി എന്നുള്ളത് മെയിൽ ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ, പെറ്റേണൽ അങ്കിൾ എന്ന് ആൻസർ വന്നേനെ. ക്ലിയർ ആയ? ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വലിയ കുഴപ്പമില്ല. പ്രവീണ ഈസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ ഓഫ് സുരേഷ്. ഇപ്പൊ നമ്മൾ സുരേഷിനെ മാർക്ക് ചെയ്യുന്നു. മെറ്റേണൽ ഗ്രാൻഡ് മദർ ഓൾറെഡി പറഞ്ഞു എന്താണ് മെറ്റേണൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ. അതായത് സുരേഷിന്റെ അമ്മ, അമ്മയുടെ പേര് പറഞ്ഞല്ല, സുരേഷിന്റെ അമ്മയുടെ അമ്മയാണ് ആര്, പ്രവീണ. ഓക്കെ, പ്രവീണയുടെ ജെൻഡർ കിട്ടും, പ്രവീണ ഫീമെയിൽ ആണ്. കാരണം ഗ്രാൻഡ് മദർ അല്ലേ, സുരേഷ് എന്നുള്ളത് പേര് വെച്ചിട്ട് നമുക്ക് എടുക്കാം, മെയിലാണ്, സുരേഷ് എന്നുള്ള മെയിലാണ്. ഓക്കെ, ഓക്കെ, ഹൗ ഈസ് സുരേഷ് മദർ റിലേറ്റഡ് ടു പ്രവീണ? ക്വസ്റ്റ്യൻ നോക്കുകയാണ്, സുരേഷായിട്ടല്ല, സുരേഷിന്റെ അമ്മയും പ്രവീണയായിട്ടുള്ള. അപ്പൊ ഞാൻ ലവ് ഈസ് എ റിലേറ്റഡ് ബി എന്നാണ്. അതായത് പ്രവീണയുടെ ആരാണ്, ശ്രദ്ധിച്ചോണം, പ്രവീണയുടെ ആരാണ് സുരേഷിന്റെ അമ്മ? പ്രവീണയുടെ മകൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡോട്ടർ എന്ന് വരും. ഇത് വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡോട്ടർ എന്ന് ആൻസർ. ഇനി ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരാളെയോ പോയിന്റ് ചെയ്ത് പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. പോയിന്റിംഗ് ടു ദ പിക്ചർ ഓഫ് എ പേഴ്സൺ, രമേശ് സെഡ്. ഇവിടെ ആരാണ് സംസാരിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആണ്. ദിസ് പേഴ്സൺ ഈസ് എ സൺ ഓഫ് ദി ഓൺലി ചൈൽഡ് ഓഫ് മൈ മദർ. ഇത് ചിലർക്കാണെങ്കിൽ സെന്റൻസ് വായിച്ച് തന്നെ കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നത് കാണും, ഇമാജിൻ ചെയ്ത് പറയാൻ പറ്റുന്നത് കാണും. ചിലർക്ക് വരച്ച് നോക്കിയിട്ടേ പറയാൻ പറ്റുന്നത് കാണും. അപ്പൊ ഞാൻ എന്തായാലും വരച്ചാണ് പറയാം. നിങ്ങൾക്ക് ഒരു പക്ഷേ വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വിഷ്വലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ സെന്റൻസിനകത്ത് ഇങ്ങനെ ഒരു ഫോട്ടോയിൽ പോയിന്റ് ചെയ്ത് പറയുകയാണ്. നിങ്ങളകത്ത് ഓഫ് ഉള്ള ടൈമാണോ ഓഫ് ഇല്ലാത്തതാണോ? അപ്പോൾ ഇവിടെ ഓഫ് ഉള്ള രീതിയിലാണ്. അപ്പോൾ ഓഫ് ഉള്ള രീതിയിലാകുമ്പോൾ നിങ്ങൾ നോക്കണ്ട. അതിനകത്ത് ഏറ്റവും അവസാനത്തെ ഓഫ് ഇല്ലേ, അതിനകത്ത് ഏറ്റവും അവസാനത്തെ ഓഫ് കഴിഞ്ഞുള്ള ടൈം എടുക്കുക. അതായത് സ്പെസിഫിക് സൺ ഓഫ്, ഇവിടെ ഒരു ഓഫ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓഫ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേറെ ഓഫ് ഇല്ല. അപ്പൊ ഈ ഓഫ് കഴിഞ്ഞുള്ള സാധനം ആദ്യം ക്ലിയർ ചെയ്യുക. മൈ മദർ, അത് നിങ്ങൾ വരച്ചു പോകും. മൈ മദർ എന്ന് പറയുമ്പോൾ നോക്കണം, ആരാ സംസാരിക്കുന്നത് നോക്കണം, രമേശാണ്. അപ്പൊ രമേശിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. രമേശിന്റെ അമ്മ, രമേശിന്റെ അമ്മ. അപ്പൊ നമ്മൾ ഓഫ് കഴിഞ്ഞുള്ള സാധനം ക്ലിയർ ചെയ്തപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്? രമേശിന്റെ അമ്മയിലാണ് എത്തി നിൽക്കുന്നത്. നമ്മുടെ പേര് പറഞ്ഞ രമേശിന്റെ കൂടെ എത്തി നിൽക്കുകയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓഫിന്റെ ഇപ്പുറത്തുള്ളത് ക്ലിയർ ചെയ്യണം. അപ്പം ഓഫിന്റെ ഇപ്പുറത്തുള്ള എടുക്കുമ്പോൾ ആദ്യം തൊട്ടല്ല എടുക്കണ്ടേ, റിവേഴ്സ് ഓർഡറിൽ പോകണം. അതായത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ ഓഫിന്റെ നമ്മൾ ഈ ഓഫല്ലേ എടുത്തേ, ഈ ഓഫിന്റെ ഇപ്പുറത്തുള്ള ഞാനതൊന്ന് മാറ്റി എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് അത് ക്ലിയർ ആവും. സൺ ഓഫ് ഓൺലി ചൈൽഡ് ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ കടന്നത്. അപ്പൊ ഈ ഓഫ് കഴിഞ്ഞുള്ളതാണ് നമ്മൾ ക്ലിയർ ചെയ്തത്. മൈ മദർ എന്നുള്ളതാണ് രമേശിന്റെ അമ്മ എന്നുള്ള ഇവിടെ എത്തി. ഇത് നിങ്ങൾ ചെയ്യുമ്പം ഈ ഓഫ് റിവേഴ്സ് ഓർഡർ, അതായത് ഈ ഓഫിന്റെ ഇപ്പുറത്തുള്ള എന്താണ് ചൈൽഡ്, നമ്മൾ ആ ചൈൽഡ് നമുക്ക് ഓൺലി ചൈൽഡ് എന്നുള്ള ക്ലിയർ ചെയ്യും. അതായത് ഈ അമ്മയാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ അമ്മയുടെ ഒരേ ഒരു ചൈൽഡ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? വീണ്ടും നമ്മൾ എങ്ങോട്ട് പോകും? വീണ്ടും രമേശിലേക്ക് പോകും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ ഇപ്പുറത്തുള്ള ഈ ഓഫിന് ഇപ്പുറത്തുള്ള എന്താണ്? സൺ. മനസ്സിലായി? അപ്പൊ ആദ്യം ഞാൻ ചെയ്തെന്ന് വെച്ചതാണ് ഈ ഓഫിന് ഇപ്പുറത്തുള്ള ഈ ഓൺലി ചൈൽഡ് എന്നുള്ളത് ക്ലിയർ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എവിടെ എത്തി നിൽക്കുന്നു? അതിന്റെ കൂടെ ഉള്ള കണ്ടിത് ഈ ഓഫ് എന്താണ്? സൺ. മനസ്സിലായി? അപ്പൊ രമേശിന്റെ സൺ, അതാണ് എന്ത്? ആ പിക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ആ പിക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം ക്ലിയർ. ചിലർക്ക് ഇങ്ങനെ വായിച്ചു നോക്കേണ്ട കാര്യം കാണത്തില്ല, വായിച്ചു നോക്കുമ്പോൾ തന്നെ ഐഡിയ കിട്ടും. ദിസ് പേഴ്സൺ ഇസ് എ സൺ ഓഫ് ഓൺലി ചൈൽഡ് ഓഫ് മൈ മദർ. എന്റെ അമ്മയുടെ ഒരേ ഒരു ചൈൽഡിന്റെ മകനാണത്. അപ്പൊ തന്നെ നമുക്ക് ആലോചിച്ച് നോക്കി പറയാനേ ഉള്ളൂ. രമേശാണ് സംസാരിക്കുന്നത്. അപ്പൊ രമേശിന്റെ അമ്മയുടെ ഒരേ ഒരു ചൈൽഡ് എന്ന് പറഞ്ഞാൽ രമേശ് തന്നെ. ആ രമേശിന്റെ മോനാണത്. അപ്പൊ എന്താണ് ഹൗ ഈസ് രമേശ് റിലേറ്റഡ് ഹിം എന്ന് ചോദിച്ചാൽ ആ പിക്ചറിലെ ആളുടെ ആരാണ് രമേശ്? ആരാണ്? ഫാദർ എന്ന് വരും. ഓപ്ഷൻ ഡി ഫാദർ എന്ന് വരും. ഹൗ ഈസ് രമേശ് റിലേറ്റഡ് ടു ഹിം എന്ന് ചോദിച്ചാൽ ആ പിക്ചറിലുള്ള ആളുടെ ആരാണ് രമേശ്? ഫാദർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരും. അപ്പൊ ഓൺലി ചൈൽഡ് എന്ന് പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അതായത് ഇപ്പം ഈ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റിയിലേക്ക് പോകാതിരിക്കാനാണ് പറഞ്ഞത്. ഒരേ ഒരു ചൈൽഡ്. അപ്പൊ പിന്നെ ആരെ കാണും? രമേശെ കാണും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പോയിന്റിംഗ് ടുവേർഡ്സ് എ ഫോട്ടോ. നീൽ സേസ് ദാറ്റ് ഹി ഈസ് എ സൺ ഓഫ് ഓൺലി ഡോട്ടർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഫാദർ. ഓക്കെ, ഒരു ഫോട്ടോ നോക്കിയിട്ട് നീലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓഫ് നോക്കുക. ഓഫ് നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ഓഫ് ഉണ്ട്, ഇവിടെ ഒരു ഓഫ് ഉണ്ട്. ഈ ഓഫ് കഴിഞ്ഞുള്ള, ഇനി ഓഫ് ഇല്ല. ഈ ഓഫ് കഴിഞ്ഞുള്ള ക്ലിയർ ചെയ്യാം. എന്താണ്? മൈ സിസ്റ്റേഴ്സ് ഫാദർ. ആരാ സംസാരിക്കുന്നത്? നീലല്ലേ. നീലിന്റെ സിസ്റ്ററിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നീൽ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ
ഒരാളുടെ ബ്രദറിന്റെ സിസ്റ്ററിന്റെ ഫാദർ അയാളുടെ തന്നെ ഫാദർ അല്ലേ, അപ്പൊ നമുക്ക് ആ നീലുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് വരയ്ക്കാം. നീലിന്റെ തന്നെ ഫാദറാണ്. ഓക്കെ, അപ്പൊ അതായത് ഓഫ് വരുന്ന സാധനം ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ എത്തും? നീലിന്റെ ഫാദറിലെത്തും. ഇനി ഈ നീലിന്റെ ഫാദറിൽ നിന്നാണ് അടുത്തെടുക്കാൻ. അടുത്തേക്ക് എടുക്കാൻ നേരത്തെ പറഞ്ഞു റിവേഴ്സ് ഓർഡറിൽ, അതായത് ഇത് വേണം അത് എടുക്കും. എന്താണ്? ഓൺലി ഡോട്ടർ. ഓൺലി ഡോട്ടർ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളെന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്താണ്ട് നീലിന്റെ സഹോദരിയായിട്ട് തന്നെ വരും. ഒരേ ഒരു ഡോട്ടർ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു പെൺകുട്ടി തന്നെ വരും. ഓക്കെ, ഇനി എന്താണ്? സൺ. ഓക്കെ, ഇവിടെ നീൽ എന്നുള്ളത് നീൽ എന്നുള്ള പേര് വെച്ചിട്ട് മെയിലായിട്ട് എടുത്തോണ്ടാണ്, അല്ലെങ്കിൽ അത് നീല് തന്നെ ആവാം, പക്ഷെ നീൽ എന്നുള്ള പേര് വെച്ചിട്ട് മെയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നീലിന്റെ സഹോദരിയിലേക്ക് പോയത്. കാര്യം ക്ലിയർ ആകുമ്പോൾ ഞാൻ പറയാം. മൈ സിസ്റ്റേഴ്സ് ഫാദർ എന്ന് പറയുമ്പോൾ നീലിന്റെ ഫാദറാണ്. ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ അത് നീലിന്റെ സിസ്റ്റർ ആയിട്ട് വരും. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി. ഇനി എന്ത് ചെയ്യുക? ഈ ഓഫിന് ഇപ്പുറത്തുള്ള ക്ലിയർ എന്താണ്? സൺ. അതായത് ഈ ലേഡിയുടെ സൺ. ഇതാണ് എന്ത്? പിക്ചർ അല്ലെങ്കിൽ ഫോട്ടോ. ഇതാണ് ആ ഫോട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? ഹൂ ഈസ് ഹി പോയിന്റിംഗ് ടു? നീല് പോയിന്റ് ചെയ്യുന്നത് ആരാണ്? അതായത് നീല് പോയിന്റ് ചെയ്യുന്നത് നീലിന്റെ ആരെയാണെന്നാണ്. നീലിന്റെ ആരെയാണ് നീല് പോയിന്റ് ചെയ്യുന്നത്? നീലിന്റെ സഹോദരിയുടെ മകൻ. അപ്പൊ എന്തായിരിക്കും ആൻസർ വരുന്നത്? നെഫ്യൂ എന്നുള്ളതാണ് ആൻസർ. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു സംശയം വരാം, നീൽ എന്നുള്ളത് പേര് വെച്ചിട്ട് ഉറപ്പിക്കാൻ പറ്റും, നീൽ എന്നുള്ള ഫീമെയിൽ ആയിക്കൂടെ എന്ന് ക്വസ്റ്റ്യൻ വരാം. പക്ഷെ നിങ്ങൾ നീൽ എന്നുള്ള ഫീമെയിൽ ആയിട്ട് എടുത്താൽ എന്ത് വരും? ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ മൈ സിസ്റ്റേഴ്സ് ഫാദർ എന്നല്ലേ. അപ്പൊ നീലിന്റെ സിസ്റ്ററിന്റെ ഫാദർ. സിസ്റ്ററിന്റെ ഫാദർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താ തരം? പിന്നെന്താ പറയുന്നത്? ഓൺലി ഡോട്ടർ എന്നല്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ അവിടെ 2 ഡോട്ടേഴ്സ് ആയില്ല, 2ഉം ഫീമെയിൽ ആയില്ല. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റിപ്പോകും. അതുകൊണ്ട് നീൽ എന്നുള്ള മെയിൽ തന്നെയാണ് വരുന്നത്. കാര്യം മനസ്സിലായ? നീലിന് എന്തായാലും സിസ്റ്റർ ഉണ്ട്. പിന്നെ പറയുമ്പോൾ നീലിന്റെ സിസ്റ്ററിന്റെ അച്ഛന് ഒരു ഡോട്ടറേ ഉള്ളൂ. അങ്ങനെയാണ് പിന്നെ നീൽ എന്നുള്ളത് മെയിലേ ആവത്തുള്ളൂ. ഈ രീതിയിലാണ് ആൻസർ വരുന്നത്. അപ്പൊ നെഫ്യൂ എന്നുള്ളതാണ്, അനന്തരവൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പറയാനുള്ളത്. ഈ ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വരുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.